മീഡിയ സ്റ്റവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. ഐടി അനുബന്ധ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ UAE-യിൽ പ്രത്യേക സംവിധാനം. അബുദാബി ആസ്ഥാനമായി UAE ഫെഡറൽ പബ്ലിക് പ്രോസിക്യൂഷന് രൂപം നൽകി. സൈബർ മേഖലയിലെ മുഴുവൻ കേസുകളും ഇനി മുതൽ തീർപ്പാക്കുക ഫെഡറൽ പബ്ലിക് പ്രോസിക്യൂഷൻ വഴി. മിനിയിലും അറഫയിലും ഇന്ത്യൻ ഹാജിമാർക്ക് ഏർപ്പെടുത്തിയ അധിക സേവന നിരക്ക് കുറച്ചു. തീരുമാനം ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ ആവശ്യത്തെ തുടർന്ന്. പുതിയ നിരക്കിൽ അധിക സേവനത്തിന് 1050 റിയാൽ. മുഴുവൻ ഇന്ത്യൻ ഹാജിമാർക്കും മർക്കസിയ ഏരിയയിൽ താമസമൊരുക്കും. കുവൈത്തിൽ ഗാർഹിക ജോലിക്കാർക്ക് മാനസികാരോഗ്യ പരിശോധന കർശനമാക്കുന്നു. നിർദ്ദേശം ആഭ്യന്തര മന്ത്രാലയത്തിന്റേത്. അതാത് നാട്ടിൽ തന്നെ പരിശോധനയ്ക്ക് സൗകര്യമൊരുക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയത്തോട് ആഭ്യന്തര മന്ത്രാലയം. വിശദമായ വാർത്തകളിലേക്ക്. കുവൈത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഗാർഹിക ജോലിക്കാരെ മാനസികാരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് നിർദ്ദേശം. വിസ സ്റ്റാമ്പിങ്ങിന് മുന്നോടിയായുള്ള വൈദ്യപരിശോധനയ്ക്കൊപ്പം മാനസിക തകരാറുകൾ ഇല്ലെന്ന് ഉറപ്പുവരുത്താനുള്ള പരിശോധനയും നടത്തണമെന്ന നിർദ്ദേശം ആഭ്യന്തര മന്ത്രാലയമാണ് മുന്നോട്ട് വെച്ചത്. തൊഴിലാളികളുടെ നാട്ടിൽ തന്നെയുള്ള അംഗീകൃത മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ മെന്റൽ എബിലിറ്റി ടെസ്റ്റിനുള്ള സംവിധാനം കാണണമെന്ന് ആരോഗ്യ മന്ത്രാലയത്തെ നയിച്ച കത്തിൽ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. IT അനുബന്ധ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ UAE ഫെഡറൽ പബ്ലിക് പ്രോസിക്യൂഷന് രൂപം നൽകി. തലസ്ഥാനമായ അബുദാബിയായിരിക്കും കമ്മീഷന്റെ ആസ്ഥാനം. രാജ്യത്തെ മുഴുവൻ സൈബർ IT കുറ്റകൃത്യങ്ങളുടെയും തെളിവ് ശേഖരണം, അന്വേഷണം എന്നിവ പുതിയ ഫെഡറൽ പബ്ലിക് പ്രോസിക്യൂഷന്റെ ചുമതലയായിരിക്കും. വിവരസാങ്കേതികവിദ്യ, ഇന്റർനെറ്റ് എന്നിവ ഉപയോഗിച്ചുള്ള ഏതുതരം കുറ്റകൃത്യങ്ങളിലും തീർപ്പുണ്ടാക്കുന്നതിനുള്ള അധികാരവും ഇതിനായിരിക്കും. ഇന്റർനെറ്റിലൂടെയുള്ള സദാചാരവിരുദ്ധ പ്രവർത്തനം, ആയുധ കച്ചവടം, ഫണ്ട് ശേഖരണം, നിയമലംഘനം, പ്രകടനം എന്നിവയ്ക്കുള്ള ആഹ്വാനം ഇവയെല്ലാം ഈ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടും. ഇന്റർനെറ്റിലൂടെ ദൈവനിന്ദ, പ്രവാചകനിന്ദ, മതനിന്ദ എന്നിവ നടത്തുന്നവർക്കെതിരായ കേസുകളും ഇവിടെ കൈകാര്യം ചെയ്യും. ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് മാത്രമല്ല, മറ്റു മതവിഭാഗങ്ങൾ വിശുദ്ധമായി കാണുന്നതിനെ ഇന്റർനെറ്റിലൂടെ അവമതിക്കുന്നത് കുറ്റകരമാണ്. ഇന്റർനെറ്റ് സൈറ്റുകൾ വഴി ലഹരി മരുന്ന് ഉപയോഗം, അവയുടെ വിൽപ്പന, സാമൂഹിക വിരുദ്ധ പ്രവർത്തനം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയുണ്ടായാലും IT ഫെഡറൽ പബ്ലിക് പ്രോസിക്യൂഷനാണ് കേസെടുക്കുക. മീഡിയ 1 അബുദാബി. കുവൈത്തിൽ ശക്തമായ പൊടിക്കാറ്റ് ജനജീവിതം ദുസ്സഹമാക്കി. മണിക്കൂറിൽ 24 മൈൽ വേഗത്തിലാണ് കാറ്റ് വീശിയടിച്ചത്. രാവിലെ മുതൽ അന്തരീക്ഷം പൊടിനിറങ്ങിയതിനാൽ ഓഫീസുകളിലും സ്കൂളുകളിലും ഹാജർ നില നന്നേ കുറഞ്ഞു. പൊടിക്കാറ്റിനെ തുടർന്നുണ്ടായ മോശം കാലാവസ്ഥ കാരണം ഷുവൈക്ക് തുറമുഖത്ത് തിങ്കളാഴ്ച കപ്പൽ ഗതാഗതവും ചരക്ക് നീക്കവും തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. കാഴ്ചപരിധി 500 മീറ്ററിലും താഴ്ന്നതിനാലാണ് പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നതെന്ന് ഷുവൈക്ക് പോർട്ട് ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി ക്യാപ്റ്റൻ ബദർ അൽ ഇൻസി അറിയിച്ചു. പൊടിക്കാറ്റ് വ്യോമഗതാഗതത്തെ ബാധിച്ചിട്ടില്ലെന്ന് സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റും വ്യക്തമാക്കി. കുവൈത്തിൽ ഫുഡ് സ്റ്റഫ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ആരോഗ്യ മന്ത്രാലയം നൽകുന്ന ഹെൽത്ത് കാർഡ് ഇഖാമ കാലാവധിയുമായി ബന്ധിപ്പിക്കും. ഇതു സംബന്ധിച്ച് ആരോഗ്യ മന്ത്രാലയവും മുനിസിപ്പാലിറ്റിയും ധാരണയിലെത്തി. പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള നടപടികൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി റെസ്റ്റോറന്റുകൾ, കാറ്ററിംഗുകൾ എന്നിവിടങ്ങളിൽ നിലവിലുള്ള സംവിധാനം ഭക്ഷ്യവസ്തുക്കളുമായി ബന്ധപ്പെട്ട മുഴുവൻ മേഖലയിലും നടപ്പാക്കാനാണ് തീരുമാനം. ഇഖാമ പുതുക്കുന്ന വേളയിൽ ജീവനക്കാർ വൈദ്യപരിശോധനയ്ക്ക് വിധേയമായി ദഫ്തർ സാഹ പുതുക്കേണ്ടിവരും. കുവൈത്ത് നാഷണൽ ഗാർഡിലെ ലീഗൽ അഡ്വൈസർ തസ്തികയിലേക്ക് വിദേശി ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചത് വിവാദമാകുന്നു. ദേശീയ ഗാർഡിലേക്ക് നിയമവിദഗ്ധരെ ആവശ്യമുണ്ടെന്ന ഈജിപ്ഷ്യൻ പത്രത്തിൽ പരസ്യം വന്നതാണ് വിവാദങ്ങൾക്ക് ഇടയാക്കിയത്. തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയില്ലെങ്കിൽ പ്രതിരോധ മന്ത്രിക്കെതിരെ കുറ്റവിചാരണയുൾപ്പെടെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ MPമാർ മുന്നറിയിപ്പ് നൽകി. സ്വദേശി ചെറുപ്പക്കാർ തൊഴിലില്ലാതെ പ്രയാസപ്പെടുമ്പോൾ തന്ത്രപ്രധാനമായ തസ്തികകളിൽ വിദേശികൾക്ക് നിയമനം നൽകാനുള്ള തീരുമാനം അനുചിതമാണെന്നാണ് പ്രതിപക്ഷ നിലപാട്. 20,000-ഓളം സ്വദേശി യുവാക്കൾ ജോലി കാത്തു നിൽക്കുമ്പോൾ കുവൈറ്റികളല്ലാത്തവരെ നിയമിക്കാനുള്ള അധികൃതരുടെ തീരുമാനം അത്ഭുതപ്പെടുത്തുന്നതായി ആദിൽ അൽ ദംഹി MP പറഞ്ഞു. യോഗ്യരായ സ്വദേശികൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ മാത്രം വിദേശികൾക്ക് അവസരം നൽകുകയെന്ന നിയമത്തിന് വിരുദ്ധമാണ് സർക്കാർ നടപടിയെന്ന് MP വലീദ് അൽ തബ്തവായി പറഞ്ഞു. ദേശീയ ഗാർഡിലേക്ക് വിദേശികളെ നിയമിക്കാനുള്ള നീക്കത്തെ ശക്തമായി എതിർക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. MPമാരായ റിയാദ് അൽ അദ്സാനി, നായിഫ് അൽ മുർദാസ് എന്നിവരും കുവൈത്ത് അഭിഭാഷക യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് നാസിർ കിറിയോനും സർക്കാർ നിലപാടിനെതിരെ ശബ്ദമുയർത്തി. തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയില്ലെങ്കിൽ പ്രതിരോധ മന്ത്രിക്കെതിരെ കുറ്റവിചാരണ ഉൾപ്പെടെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിപക്ഷ MPമാർ മുന്നറിയിപ്പ് നൽകി. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സർക്കാർ ആശുപത്രികളിൽ വിദേശികൾക്ക് സൗജന്യ മരുന്ന് വിതരണം തുടരുമെന്ന് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം. സർക്കാർ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും വിദേശികൾക്ക് മരുന്ന് സൗജന്യമായി നൽകുന്നതിനെതിരെ പാർലമെന്റിൽ കരട് നിർദ്ദേശം വന്ന പശ്ചാത്തലത്തിൽ ആശങ്ക ഒഴിവാക്കാനാണ് മന്ത്രാലയം നിലപാട് വ്യക്തമാക്കിയത്. സർക്കാർ ആശുപത്രികളിലെ മരുന്ന് സ്വദേശികൾക്ക് മാത്രം നൽകണമെന്നും വിദേശികൾ സ്വകാര്യ ഫാർമസികളിൽ നിന്ന് മരുന്ന് വാങ്ങുന്ന സംവിധാനമാണ് വേണ്ടതെന്നുമായിരുന്നു പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട കരട് നിർദ്ദേശം. സഫ അൽ ഹാഷിം MP സമർപ്പിച്ച നിർദ്ദേശത്തിനെതിരെ പാർലമെന്റ് അംഗങ്ങൾ തന്നെ രംഗത്തെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം.
രാജ്യത്തെ ആശുപത്രികളിലും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും വിദേശികൾക്ക് നിലവിലേതുപോലെ സൗജന്യമായി തന്നെ മരുന്നുകൾ ലഭ്യമാക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. വിദേശികൾക്ക് മാത്രമായുള്ള ഇൻഷുറൻസ് ആശുപത്രികളുടെയും ഇനീഷ്യൽ ഹെൽത്ത് കെയർ സെന്ററുകളുടെയും നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ സർക്കാർ ആശുപത്രികളിൽ വിദേശികൾക്ക് സൗജന്യ മരുന്ന് വിതരണം തുടരും. ഇൻഷുറൻസ് ആശുപത്രികൾ പ്രവർത്തനം തുടങ്ങാൻ ചുരുങ്ങിയത് 3 വർഷമെങ്കിലും കാലതാമസമെടുക്കുമെന്നാണ് കരുതപ്പെടുന്നത്. വിദേശികളിൽ അധികവും ഗാർഹിക ജോലിക്കാരായതിനാൽ മരുന്നിന് ഫീസ് ഏർപ്പെടുത്തുന്നത് സ്പോൺസർമാരായ സ്വദേശികൾക്കാണ് ബാധ്യത വരുത്തുകയെന്ന അഭിപ്രായവും ഉയർന്നു വന്നിരുന്നു. ക്ലിനിക്കുകൾ 1 ദിനാറും ആശുപത്രികൾ 2 ദിനാറുമാണ് വിദേശികളിൽ നിന്ന് നിലവിൽ പരിശോധനാ ഫീസ് ഈടാക്കുന്നത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സൗദി എയർലൈൻസ് ടിക്കറ്റുകൾ വാങ്ങുന്നതിന് വിമാനത്താവളത്തിൽ കിയോസ്കുകൾ സ്ഥാപിച്ചു. റിയാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കിയോസ്കുകൾ പ്രവർത്തനം ആരംഭിച്ചത്. യാത്രക്കാർക്ക് ട്രാവൽ ഏജൻസികളുടെ സഹായമില്ലാതെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും വാങ്ങാനും സൗകര്യമുണ്ട്. ആഭ്യന്തര വിദേശയാത്രയ്ക്കുള്ള ടിക്കറ്റുകൾ ഇതിലൂടെ വാങ്ങാനാകും. ബോർഡിംഗ് പാസ്, അധിക ബാഗേജിനുള്ള വൗച്ചർ എന്നിവയും കിയോസ്കുകൾ വഴി പൂർത്തീകരിക്കാവുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു. ഷാർജയിലെ പ്രധാന പാതകളിലൊന്നായി കിങ് ഫൈസൽ റോഡ് അൽ അറൂബ റോഡുമായി സന്ധിക്കുന്ന ഭാഗത്ത് നാളെ മുതൽ 19 ദിവസം ഗതാഗതം നിരോധിക്കും. അറ്റകുറ്റപ്പണികൾക്കായാണ് റോഡ് അടയ്ക്കുന്നത്. പകരം സംവിധാനങ്ങളും ബദൽ റോഡുകളും ഒരുക്കിയിട്ടുണ്ട്. ബദൽ റോഡുകളെക്കുറിച്ചുള്ള ബോർഡുകൾ ശ്രദ്ധിച്ച് വാഹനമോടിക്കണമെന്ന് ഗതാഗത വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സൗദിയിൽ തൊഴിലെടുക്കുന്ന വിദേശികളുടെയും അവരുടെ ആശ്രിതരുടെയും ഇഖാമ കാലാവധി തീരുന്നതിന് മുമ്പ് പുതുക്കണമെന്ന് പാസ്പോർട്ട് വിഭാഗം നിർദ്ദേശിച്ചു. കാലാവധി തീർന്നാലുള്ള 500 റിയാൽ പിഴ ഒഴിവാക്കാൻ സ്വദേശികൾ തങ്ങളുടെ കീഴിലുള്ള ജോലിക്കാരുടെയും വിദേശികൾ അവരുടെ ആശ്രിതരുടെയും ഇഖാമ പുതുക്കിയിരിക്കണം. അബ്ഷിർ, മുഖീം, യഖീൻ തുടങ്ങിയ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ വഴി ഇഖാമ പുതുക്കാവുന്നതാണ്. 5 വർഷത്തെ കാലാവധിയുള്ള ഇഖാമ ഓരോ വർഷവും പുതുക്കണം. കാലാവധി തീരുന്നതിന്റെ 6 മാസത്തിനുള്ളിൽ പുതുക്കൽ സാധ്യമാണ്. കാലാവധി കഴിഞ്ഞാലുള്ള 500 റിയാൽ പിഴ 2ാം തവണ ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്നും ജവാസാത്ത് മുന്നറിയിപ്പ് നൽകി. മദീനയിലെ ഇന്ത്യൻ തീർത്ഥാടകരുടെ താമസ കെട്ടിടം നിശ്ചയിക്കുന്നതിനുള്ള ചർച്ചകൾ ആരംഭിച്ചു. താമസ സൗകര്യമൊരുക്കാൻ സന്നദ്ധമായ 9 ഹോട്ടൽ ഗ്രൂപ്പുകളുമായാണ് മദീനയിൽ ചർച്ച നടക്കുന്നത്. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചർച്ച നടത്തുന്നത്. ഇത്തവണ മുഴുവൻ ഹാജിമാർക്കും മസ്ജിദ് നബവിക്ക് സമീപം മർക്കസിയിൽ താമസമൊരുക്കാനാണ് തീരുമാനം. നേരത്തെ 70% ഹാജിമാർക്ക് മാത്രമേ മർക്കസിയിൽ താമസ സൗകര്യമുണ്ടായിരുന്നുള്ളൂ. ചർച്ചകൾക്ക് ശേഷം ഇന്ന് തന്നെ കമ്പനികളുമായി കരാർ ഒപ്പിട്ടേക്കും. കരിപ്പൂർ വിമാനത്താവളം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രവാസി സാംസ്കാരിക വേദി പ്രവർത്തകർ ദമാമിൽ ഒപ്പുശേഖരണം നടത്തി. സെൻട്രൽ കമ്മിറ്റി മുൻ പ്രസിഡന്റ് അബൂബക്കർ പൊന്നാനി ഉദ്ഘാടനം ചെയ്തു. ഹജ്ജ് എംബാർക്കേഷൻ സൗകര്യമടക്കമുള്ള സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കാത്തതും കൂടുതൽ വിമാനങ്ങൾക്ക് അനുമതി നൽകാത്തതും ആസൂത്രിത ഗൂഢാലോചനയുടെ ഫലമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മാർച്ച് 17-ന് വെൽഫെയർ പാർട്ടി ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന പാർലമെന്റ് മാർച്ചിനോടനുബന്ധിച്ച് സമർപ്പിക്കുന്ന ഭീമഹർജിയിലേക്ക് സൗദിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഒപ്പുശേഖരണം നടക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. പാർലമെന്റ് മാർച്ചിൽ സൗദിയിൽ നിന്നുള്ള പ്രവാസി പ്രതിനിധികളും പങ്കെടുക്കും. രാജു നായിഡു, ബിജു പൂതക്കളം, ഷബീർ ചാത്തമംഗലം, ആഷിഫ് അബ്ദുൽ അസീസ്, ജംഷാദ് കണ്ണൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. CBSE ഇന്റർനാഷണൽ പാഠ്യപദ്ധതി നിർത്തലാക്കാനുള്ള തീരുമാനത്തിൽ ഖത്തറിലെ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് ആശങ്ക. 2017 ഏപ്രിലിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതോടെ CBSE സിലബസിൽ പഠനം നടത്തിയിരുന്ന വിദ്യാർത്ഥികൾ CBSE നാഷണൽ പാഠ്യപദ്ധതിയിലാണ് തുടർന്ന് പഠിക്കുക. CBSE ബോർഡിന്റെ ഉത്തരവ് പ്രകാരം അടുത്ത അധ്യയന വർഷം മുതൽ CBSE ഇന്റർനാഷണൽ പാഠ്യപദ്ധതി ഉണ്ടാകില്ലെന്ന വിവരം ഖത്തറിലെ ഇന്ത്യൻ സ്കൂൾ അധികൃതർ രക്ഷിതാക്കളെ അറിയിച്ചു തുടങ്ങി. മക്കൾ 4 പേരും CBSE ആയാണ് പഠിക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് മാറുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. പ്രിമാച്ചുറി ആ കോഴ്സ് നിർത്തപ്പെടുമ്പോൾ ഇപ്പോൾ ഓൺഗോയിങ് കോഴ്സുകളിലുള്ള കുട്ടികളുടെ ഭാവി എന്ത് എന്നുള്ളത് ഗവൺമെൻറ് അതിനെ പറ്റിയുള്ള വ്യതിരിക്തത വരുത്തേണ്ടത് സ്കൂളായാലും അതിനെ പറ്റിയുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അടുത്ത അധ്യയന വർഷം തുടങ്ങുന്ന ഏപ്രിൽ മുതൽ നിലവിലെ CBSE വിദ്യാർത്ഥികളെ ദേശീയ പാഠ്യപദ്ധതിയിലേക്ക് ലയിപ്പിക്കും. നിലവിൽ ഖത്തറിൽ ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂൾ, MES ഇന്ത്യൻ സ്കൂൾ, ദോഹ മോഡേൺ ഇന്ത്യൻ സ്കൂൾ, ബിർള പബ്ലിക് സ്കൂൾ എന്നിവിടങ്ങളിലാണ് CBSE സിലബസും CBSE ഇന്റർനാഷണൽ സിലബസും നിലവിലുള്ളത്. കിൻഡർ ഗാർട്ടൻ വിഭാഗത്തിലും അടുത്ത അധ്യയന വർഷം മുതൽ ദേശീയ പാഠ്യപദ്ധതിയായിരിക്കും അവശേഷിക്കുക. പാഠ്യപദ്ധതിയുടെ മാറ്റത്തെക്കുറിച്ച് സ്കൂളുകൾ വിദ്യാർത്ഥികളെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ചില സ്കൂളുകൾ രക്ഷിതാക്കളെ ഇതുവരെ വിവരം അറിയിച്ചിട്ടില്ല. തീരുമാനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ ഗൾഫ് നാടുകളിൽ നിന്ന് 2000-ഓളം രക്ഷിതാക്കൾ ഓൺലൈൻ ഹർജി തയ്യാറാക്കി CBSE ബോർഡിന് സമർപ്പിച്ചിരുന്നു. 2 സിലബസുകളും തമ്മിലുള്ള അന്തരം കുട്ടികളുടെ പഠനത്തെ ബാധിക്കുമെന്നാണ് രക്ഷിതാക്കളുടെ ആശങ്ക. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ കേരള വിഭാഗം വനിതാ ദിനാഘോഷം ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഹാളിൽ നടന്നു. ശ്രീമതി ടീച്ചർ MP മുഖ്യാതിഥിയായിരുന്ന ചടങ്ങിൽ കേരള വിഭാഗം കൺവീനർ രതീശൻ അധ്യക്ഷനായിരുന്നു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിലെ ഇരകൾക്ക് നീതി ഉറപ്പാക്കുന്നതിനായി രാജ്യത്തെമ്പാടും അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി പാർലമെന്റിൽ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ശ്രീമതി ടീച്ചർ പറഞ്ഞു.
പ്രശസ്ത സാഹിത്യകാരൻ KP രാമനുണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. പ്രജീഷ നിശാന്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അശ്വതി C. ജോയ് നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കമ്മ്യൂണിറ്റി വെൽഫെയർ സെക്രട്ടറി PM ജാബിർ വിശിഷ്ടാതിഥികൾക്ക് കേരള വിഭാഗത്തിന്റെ ഉപഹാരം നൽകി. ഖത്തറിൽ നടന്ന വിവിധ കായികമേളകളിൽ വിജയികളായ കൊടിയത്തൂർ ടീമിന് ദോഹയിൽ സ്വീകരണമൊരുക്കി. ചെറുവാടി നെല്ലിക്കാപ്പറമ്പ് നിവാസികളുടെ കൂടി കൂട്ടായ്മയായ കൊടിയത്തൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഖത്തർ ചാപ്റ്ററാണ് അനുമോദന പരിപാടി സംഘടിപ്പിച്ചത്. ചാലിയാർ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പും കൾച്ചറൽ ഫോറം കായികമേളയിൽ 3ാം സ്ഥാനവും നേടിയ ടീമിനെയും വാക്ക് ഫുട്ബോൾ ടൂർണമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച FC കൊടിയത്തൂർ ടീമിനെയുമാണ് ആദരിച്ചത്. രക്ഷാധികാരി സിദ്ദിഖ് പുറായിൽ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ KC നൌഫൽ അധ്യക്ഷത വഹിച്ചു. ചാലിയാർ ദോഹ പ്രസിഡന്റ് മഷ്ഹൂദ് തിരുത്തിയാട് മുഖ്യാതിഥിയായിരുന്നു. ദുബൈയിൽ നടന്ന ആദ്യ കൊടുവള്ളി സൂപ്പർ ലീഗ് 5 ഫുട്ബോൾ ടൂർണമെന്റിൽ കൊടുവള്ളി ഗഡ്സോ സ്പോർട്സ് ക്ലബ് കിരീടം ചൂടി. ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് എതിരാളികളായ NLLC നെല്ലാങ്കണ്ടിയെ പരാജയപ്പെടുത്തിയത്. കൊടുവള്ളി ലൈറ്റിംഗ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ദുബൈ ചാപ്റ്ററും കൊടുവള്ളി പ്രവാസിക്കൂട്ടവുമാണ് മംസാർ ഇത്തിഹാദ് സ്കൂൾ ഗ്രൗണ്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. NLSC നെല്ലാങ്കണ്ടി റണ്ണറപ്പ് ആയപ്പോൾ മെട്രിക്സ് ദുബൈ സെക്കൻഡ് റണ്ണറപ്പായി. മികച്ച കളിക്കാരനായി മെട്രിക്സ് ദുബൈയിലെ അബ്ദുറഹ്മാനും ഗോൾ കീപ്പറായി ഇതേ ടീമിലെ സക്കീർ ഹുസൈനും തെരഞ്ഞെടുക്കപ്പെട്ടു. ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ഗഡ്സോ സ്പോർട്സിലെ ജലാലിനും ഫെയർ പ്ലേക്കുള്ള പുരസ്കാരം ഫോഴ്സ പരപ്പൻപോയിലിനും സമ്മാനിച്ചു. ഫൈനൽ മത്സരത്തിൽ UAE ദേശീയ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ ബക്കീർ സായിദ്, അദ്നാൻ മുസയ്യിദ്, AK ഫൈസൽ, AK മുസ്തഫ തുടങ്ങിയ മുഖ്യാതിഥികൾ ടീം അംഗങ്ങളെ പരിചയപ്പെട്ടു. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം കമ്മിറ്റി ചെയർമാൻ ലൈസ് MPC നിർവഹിച്ചു. പ്രാവശ്യം തുടക്കം മാത്രമാണ്. കൂടുതൽ വിപുലമായ രീതിയിൽ കൂടുതൽ സൗകര്യങ്ങളോടുകൂടിയും വളരെ വ്യവസ്ഥാപിതമായും അടുത്ത വർഷങ്ങളിൽ ഇത് ഒരു വലിയ പ്രതീക്ഷയായിട്ട് ഈ ദുബായ്ക്ക് സമ്മാനിക്കാനാണ് ഇതിന്റെ സംഘാടകർ ആലോചിക്കുന്നത്. ടൂർണമെന്റിൽ നിന്നും ലഭിച്ച വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും. ജോലി അന്വേഷിച്ച് അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ട് ഇവിടെ കഴിയുന്ന ഒരുപാട് പേർക്ക് ഒരു അത്താണി എന്ന നിലയിൽ ഞങ്ങൾ ഒരു സംരംഭം തന്നെ ഇവിടെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു മുന്നോടിയായിട്ട് ആണ് ഈ കളി നടത്തിയത്. മീഡിയ 1 ദുബായ്. ദുബായിലെ സ്കൂൾ ക്യാന്റീനുകളിൽ നൽകേണ്ട ഭക്ഷണം സംബന്ധിച്ച് നഗരസഭ നൽകിയ പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഉടൻ നടപ്പാക്കും. മാർഗനിർദ്ദേശത്തിന് അന്തിമ രൂപം നൽകാൻ ചേർന്ന വിദഗ്ധരുടെ യോഗമാണ് ഇക്കാര്യം അറിയിച്ചത്. കുട്ടികളിലെ അമിതവണ്ണവും അമിതഭാരവും വെല്ലുവിളി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് മാർഗനിർദ്ദേശം നടപ്പാക്കുന്നത്. ഇതിൽ പറയുന്ന വിധം തയ്യാറാക്കിയ വിഭവങ്ങളും ഉൽപ്പന്നങ്ങളും മാത്രമേ സ്കൂൾ ക്യാന്റീനുകളിൽ കുട്ടികൾക്ക് നൽകാൻ പാടുള്ളൂ. മീഡിയ 1 14ാം രാവ് റിയാലിറ്റി ഷോ ഗ്രാൻഡ് ഫിനാലയ്ക്കായി ഖത്തറിലെത്തിയ കലാകാരന്മാരെയും അണിയറ പ്രവർത്തകരെയും ദോഹയിലെ സംഘാടക സമിതി അനുമോദിച്ചു. ഖത്തറിലെ ആസ്വാദകർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഇശൽ രാവ് സമ്മാനിച്ച 14ാം രാവ് ടീമിന് ഊഷ്മളമായ യാത്രയയപ്പാണ് ദോഹയിൽ നൽകിയത്. ഖത്തറിലെ സംഗീതാസ്വാദകരുടെ മനം കവർന്ന മീഡിയ 1 14ാം രാവ് ഗ്രാൻഡ് ഫിനാലെ ടീമിന് ദോഹയിലെ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ FCC ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഹൃദ്യമായ യാത്രയയപ്പ് നൽകിയത്. 10,000-ഓളം വരുന്ന കാണികൾക്ക് മുമ്പാകെ അവിസ്മരണീയമായ പ്രകടനങ്ങളുമായി എത്തിയ ഫൈനലിസ്റ്റുകളും വിധികർത്താക്കളും അണിയറ പ്രവർത്തകരുമെല്ലാം ഒത്തുചേർന്ന് സന്തോഷം പങ്കുവച്ചു. മികച്ച സംഘാടനത്തിലൂടെ കുറ്റമറ്റ പരിപാടിയൊരുക്കിയ ദോഹയിലെ സംഘാടകരെ മീഡിയ 1 മാനേജ്മെന്റ് പ്രതിനിധികൾ അനുമോദിച്ചു. സംഘാടക സമിതി മുഖ്യ രക്ഷാധികാരി K. മുഹമ്മദ് ഈസ, ചെയർമാൻ ഷറഫ് ബി ഹമീദ്, ജനറൽ കൺവീനർ റഹീം ഓമശ്ശേരി, മീഡിയ 1 മിഡിൽ ഈസ്റ്റ് PR ഡയറക്ടർ KC അബ്ദുൽ ലത്തീഫ്, ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ പ്രസിഡന്റ് VT ഫൈസൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ, ഫൈസൽ അളേറ്റിൽ, രഹ്ന, അനിത ഷെയ്ഖ്, ആദിലത്തു, 14ാം രാവ് പ്രൊഡ്യൂസർ ജ്യോതി വെള്ളല്ലൂർ, മീഡിയ 1 CEO M. അബ്ദുൽ മജീദ്, ഡെപ്യൂട്ടി CEO M. സാജിദ്, ഗൾഫ് മാധ്യമം ചീഫ് എഡിറ്റർ VK ഹംസ അബ്ബാസ്, മറ്റു സാങ്കേതിക പ്രവർത്തകർ തുടങ്ങിയവരും അനുമോദന യോഗത്തിൽ പങ്കെടുത്തു. ദോഹ കോർണിഷിൽ നിന്ന് ഉല്ലാസ നൗകയിലുള്ള യാത്ര കൂടി കഴിഞ്ഞാണ് നാട്ടിൽ നിന്നെത്തിയ അതിഥികൾ തിരിച്ചുപോയത്. മീഡിയ 1 ദോഹ. ബഹ്റൈൻ കേരളീയ സമാജം ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ഏകാധിപത്യത്തിനെതിരായ പോരാട്ടത്തിനാണ് തങ്ങളുടെ പാനൽ മത്സരിക്കുന്നതെന്ന് യുണൈറ്റഡ് പ്രോഗ്രസീവ് ഫോറം നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമാജത്തിന്റെ നിലവിലുള്ള ഭരണസമിതി ജനാധിപത്യ വിരുദ്ധമായാണ് മുന്നോട്ടു പോകുന്നത്. ഭരണസമിതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചില്ല. സമാജത്തിൽ ജനാധിപത്യം തിരികെ കൊണ്ടുവരാൻ യോഗ്യതയും കഴിവുമുള്ള സ്ഥാനാർത്ഥികളാണ് തങ്ങളുടേത്. K. ജനാർദ്ദനൻ പ്രസിഡന്റും K. ശ്രീകുമാർ ജനറൽ സെക്രട്ടറിയുമായ പാനലിനെ വിജയിപ്പിക്കണമെന്നും UPF പാനൽ ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ K. ജനാർദ്ദനൻ, S. മോഹൻകുമാർ, വിപിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജോലി ചെയ്തിരുന്ന കമ്പനി അടച്ചുപൂട്ടിയതോടെ ജോലിക്കിടെ മരിച്ച സഹപ്രവർത്തകന്റെ കുടുംബത്തിന് ലക്ഷങ്ങൾ ചോരപ്പണം നൽകേണ്ട ബാധ്യത തലയിൽ പേറുകയാണ് ഷാർജയിലെ ഒരു മലയാളി യുവാവ്. ശമ്പളം പോലുമില്ലാതെ കഴിയുന്ന ഇദ്ദേഹം കോടതിയിൽ അടയ്ക്കേണ്ടത് 2 ലക്ഷം ദിർഹമാണ്, അഥവാ 36 ലക്ഷത്തിലേറെ ഇന്ത്യൻ രൂപ.
ഷാർജയിലെ ഒരു നിർമ്മാണ കമ്പനിയിലെ സേഫ്റ്റി ഓഫീസറാണ് പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി അമൃതനാഥ്. 2015 ജൂണിൽ കമ്പനി നിർമ്മിച്ചിരുന്ന ഹോട്ടൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് ഒരു ബംഗ്ലാദേശി തൊഴിലാളി മരിച്ചു. കമ്പനി അപകട ഇൻഷുറൻസ് പുതുക്കിയിരുന്നില്ല. സംഭവത്തിൽ സുരക്ഷാ വീഴ്ചയുടെ പേരിൽ അമൃതനാഥ് പ്രതിയായി. 2 ലക്ഷം ദിർഹം ബംഗ്ലാദേശിയുടെ കുടുംബത്തിന് നൽകാനായിരുന്നു കോടതി വിധി. ഈ തുക കമ്പനി അടക്കാമെന്ന് സമ്മതിച്ചതാണ്. അതിനിടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കമ്പനി പൂട്ടി. ഇപ്പോൾ ശമ്പളം പോലുമില്ല. ഇന്ത്യൻ കോൺസുലേറ്റ് ഇടപെട്ടതോടെ 1 ലക്ഷം ദിർഹം കമ്പനി വഹിക്കാമെന്ന് സമ്മതിച്ചതാണ് ഏക ആശ്വാസം. 2 ലക്ഷം ദിർഹംസ് കോടതിയിൽ അടയ്ക്കണം. അതിനിപ്പോൾ അവർ തന്നിരിക്കുന്നത് 1 ലക്ഷം ദിർഹംസിൻ്റെ ചെക്ക് എഴുതി തന്നിട്ടുണ്ട്. ഇനി 1 ലക്ഷം ദിർഹംസ് ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. എക്സ്പയറായി എൻ്റെ വിസ, പാസ്പോർട്ട് എക്സ്പയറായി. വിവാഹം കഴിച്ചയുടൻ ഗൾഫിലേക്ക് മടങ്ങിയെത്തിയ അമൃതനാഥ് 3 വർഷമായി നാട്ടിൽ പോയിട്ട്. കോടതി വിധി നടപ്പാക്കാത്തതിനാൽ ഏതു നിമിഷവും അറസ്റ്റിലാവുമെന്ന ഭയപ്പാടിലാണ് യുവാവ്. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും 1 ലക്ഷം ദിർഹം കണ്ടെത്തണം. ഷാർജയിൽ നിന്നും ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1. GCC രാജ്യങ്ങളുടെ 33ാമത് ഗതാഗത വാരാചരണത്തിന് സൗദിയിൽ വിപുലമായ പരിപാടികൾ. റിയാദിൽ ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന പരിപാടികൾ റിയാദ് ഡെപ്യൂട്ടി ഗവർണർ അബ്ദുള്ള മജ്ദ് അൽ ഖർനി ഉദ്ഘാടനം ചെയ്തു. ബധിയിൽ നാഷണൽ മ്യൂസിയത്തോടനുബന്ധിച്ച് പ്രത്യേകം തയ്യാറാക്കിയ പവലിയനിലാണ് ഒരാഴ്ച തുടരുന്ന പരിപാടികൾ. 6 ഗൾഫ് രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെയാണ് GCC ഗതാഗത വാരാചരണത്തിന് റിയാദിൽ തുടക്കമായത്. ജീവൻ അനാമത്താണ് എന്ന സന്ദേശത്തോടെയാണ് പ്രചാരണ പരിപാടികൾ. ഗതാഗത സുരക്ഷയ്ക്ക് ട്രാഫിക് വിഭാഗവും ഇതര സുരക്ഷാ വകുപ്പുകളും സ്വീകരിച്ച നടപടികളാണ് മേളയിലെത്തുന്നവർക്ക് പരിചയപ്പെടുത്തുന്നത്. പ്രചാരണ പരിപാടികളുടെ ഭാഗമായി 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്കിടയിലും ബോധവൽക്കരണം നടത്തും. റിയാദ് ട്രാഫിക് മേധാവി ഖാലിദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഫദ്ദയുടെ സാന്നിധ്യത്തിൽ ഡെപ്യൂട്ടി ഗവർണർ അബ്ദുള്ള മജ്ദ് അൽ ഖർനി ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. അപകടങ്ങൾ സാമൂഹികവും സാമ്പത്തികവുമായ വലിയ നഷ്ടങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. لدى المواطنين والمقيمين إدراكا لخطورة المشاكل المرورية من النواحي الاقتصادية والاجتماعية وما تسببه من خسائر بشرية ومادية. വിവിധ ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും റിയാദിലെ സുരക്ഷാ വകുപ്പ് മേധാവികളെയും ചടങ്ങിൽ ആദരിച്ചു. വാരാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നതിനുള്ള സംവിധാനവും പവലിയനിൽ ഒരുക്കിയിട്ടുണ്ട്. സൗദി ട്രാഫിക് വിഭാഗം, റിയാദ് ഗവർണറേറ്റ്, GCC രാജ്യങ്ങളിലെ റോഡ് സുരക്ഷാ വിഭാഗം തുടങ്ങി വിവിധ വകുപ്പുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കുട്ടികൾക്ക് ഹ്രസ്വ പരിശീലനം നൽകുന്നത്. ഔദ്യോഗിക മുദ്രയോടൊപ്പം ഫോട്ടോ പതിപ്പിച്ച കുട്ടി ലൈസൻസുകളും നൽകും. സൗദിയുടെ ഇതര ഭാഗങ്ങളിലും വിപുലമായ ബോധവൽക്കരണ പരിപാടികളാണ് വാരാചരണത്തിന്റെ ഭാഗമായി ഒരുക്കിയത്. KCM അബ്ദുള്ള, മീഡിയ 1, റിയാദ്. KMCC പ്രവർത്തകർ മദീനയിൽ മുസ്ലിം ലീഗ് സ്ഥാപക ദിനാചരണം സംഘടിപ്പിച്ചു. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ PM അബ്ദുൽ ഹഖ് പതാക ഉയർത്തി. സയ്യിദ് മുനിയൂർ ഉദ്ഘാടനം ചെയ്തു. റഷീദ് പേരാമ്പ്ര അധ്യക്ഷത വഹിച്ചു. അബൂട്ടി മാസ്റ്റർ ശിവപുരം മുഖ്യപ്രഭാഷണം നടത്തി. ബദറു കൈതപ്പൊയിൽ സ്വാഗതവും ജമാൽ പാലോളി നന്ദിയും പറഞ്ഞു. മീഡിയ സ്റ്റവറിയുടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം കാണാം. ഗുഡ് നൈറ്റ്.